നമ്മളെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ വ്യവസായം തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വ്യവസായം എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിൽ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമുക്കൊരു 10 എപ്പിസോഡ് കൊണ്ടോ 100 എപ്പിസോഡ് കൊണ്ടോ തീർക്കാൻ കഴിയുന്നതല്ല. എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വ്യാവസായിക പദ്ധതിയാണ് MSME, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ലോകത്തിലെ എല്ലാ രാഷ്ട്ര നേതാക്കളും പറയുന്ന ഒരു വാചകമുണ്ട്, ഈ സ്മോൾ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഈസ് ബാക്ക് ബോൺ ഓഫ് അവർ കൺട്രി. അതായത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ചെറുകിട വ്യാവസായിക യൂണിറ്റുകളാണ്. ഒരു രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ വ്യാവസായികപരമായിട്ടുള്ള വളർച്ചയെ, ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വ്യവസ്ഥിതിയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് ആ രാജ്യത്തെ ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. ചെറുകിട വ്യവസായ യൂണിറ്റുകൾ എത്രത്തോളം സമൃദ്ധമാണോ അത്രത്തോളം ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതി സമൃദ്ധമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ മുകളിലാണ്. അത് ഓരോ പഞ്ചവത്സര പദ്ധതിയിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് MSME? ഇതാണ് ചോദ്യം. ദി ഡെഫിനിഷൻ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് Act 2006, the micro, small and medium enterprises MSME are classified in 2 classes. അതായത് വളരെ സൂക്ഷ്മമായ യൂണിറ്റുകളും ചെറുകിട യൂണിറ്റുകളും ഇടത്തരം യൂണിറ്റുകളും ചേർന്നിട്ടുള്ള വാക്കിനെയാണ് MSME എന്ന് പറയുന്നത്. ഇതിനെ 2 രീതിയിലാണ് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാനുഫാക്ചറിംഗ് ആണ്. The manufacturing enterprises are defined in terms of investment in plant and machinery. അതായത് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് പ്ലാന്റുകളും, അതായത് വർക്ക്ഷോപ്പുകളും അതിനകത്ത് വന്നിരിക്കുന്ന മെഷീനറിയും, ഇത് രണ്ടും ചേർന്നതാണ് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് സർവീസ് എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ MSME 2ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് മാനുഫാക്ചറിംഗ് ആണ്, രണ്ടാമത്തത് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നത് സർവീസ് എൻ്റർപ്രൈസസ് ആണ്. ദി സർവീസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ, ആൾസോ കോൾഡ് ടെർട്ടിയറി സെക്ടർ, ഈസ് ദി തേർഡ് ഓഫ് ദി 3 ട്രഡീഷണൽ ഇക്കണോമിക് സെക്ടർ. ആക്ടിവിറ്റീസ് ഇൻ ദി സർവീസ് സെക്ടർ ഇൻക്ലൂഡ് റീറ്റെയിൽ, ബാങ്ക്, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ വർക്ക്, കമ്പ്യൂട്ടർ സർവീസസ്, റിക്രിയേഷൻ, മീഡിയ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് മാനുഫാക്ചറിങ് സെക്ടറാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് സർവീസ് സെക്ടറാണ്. അപ്പോൾ ഈ സർവീസ് സെക്ടറിൽ പെട്ടതാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയും വിദ്യാഭ്യാസവും കമ്പ്യൂട്ടർ സർവീസും റിക്രിയേഷൻ സെൻ്ററുകൾ, മീഡിയ, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. ഇതെല്ലാം സർവീസ് സെക്ടറിൽ പെട്ടതാണ്. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് MSMEയെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ മാനുഫാക്ചറിങ് സെക്ടർ എങ്ങനെയാണ് MSME കൈകാര്യം ചെയ്യുന്നത് നോക്കുന്നത്. ഈ MSME മാനുഫാക്ചറിങ് സെക്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് മെഷീനറിക്കും വർക്ക്ഷോപ്പ് അഥവാ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിനുള്ള സെറ്റപ്പ്, അതാണ് മാനുഫാക്ചറിങ് സെക്ടർ.
അതിനെ മൈക്രോ എൻ്റർപ്രൈസസ് ഡസ് നോട്ട് എക്സീഡ് 25 lakhs, അതായത് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കയറാൻ പാടില്ല. അതിനെയാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മ ചെറുകിട യൂണിറ്റുകൾക്കാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അത് മാനുഫാക്ചറിങ് സെക്ടറിൽ 25 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. സ്മോൾ എൻ്റർപ്രൈസസ് ആണെങ്കിൽ, അതായത് ചെറുകിട യൂണിറ്റുകളാണെങ്കിൽ മോർ ദാൻ 25 lakhs rupees ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore rupees, 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാവുകയും എന്നാൽ 5 കോടി രൂപയ്ക്ക് താഴെയാവുകയും ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കാണ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. പിന്നീട് മീഡിയം എൻ്റർപ്രൈസസ്. ഈ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് മോർ ദാൻ 5 crore rupees ബട്ട് ഡസ് നോട്ട് എക്സീഡ് 10 crore, അതായത് 5 കോടിക്ക് മുകളിലും എന്നാൽ 10 കോടിക്ക് താഴെയുമായിട്ട് വരുന്ന മാനുഫാക്ചറിങ് സെക്ടറിനെയാണ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നത്. സർവീസ് സെക്ടറിലാണെങ്കിൽ കൂടുതൽ വരുന്നത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻ്റാണ്. അതായത് മൈക്രോ എൻ്റർപ്രൈസസ് സൂക്ഷ്മമായിട്ടുള്ള ഒരു വ്യവസായം, സർവീസ് സെക്ടർ എന്ന് പറയുന്നത് മോർ ദാൻ 10 lakh rupees, 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. അതിൻ്റെ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലും ഡസ് നോട്ട് എക്സീഡ് 2 crore, അതായത് 2 കോടിക്ക് താഴെയുമായിരിക്കണം. ഇതിനെയാണ് സ്മോൾ എൻ്റർപ്രൈസസ് സർവീസ് സെക്ടറിൽ പറയുന്നത്. മീഡിയം എൻ്റർപ്രൈസസിലാണെങ്കിൽ മോർ ദാൻ 2 crore rupees ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore rupees, അതായത് 2 കോടി രൂപയ്ക്ക് മുകളിലും എന്നാൽ 5 കോടിക്ക് മുകളിൽ പോകാതെ 5 കോടി രൂപയ്ക്ക് ഇടയിലായിരിക്കുന്ന സർവീസ് സെക്ടറിനെയാണ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ വരുന്നത്. സെറ്റിംഗ് അപ്പ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതിൻ്റെ സ്കീമുകൾ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ദി മെയിൻ സെറ്റപ്പ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് എ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആർ ബിലോ. നമ്മൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ നോക്കുക, ഒരു ബിസിനസ്സിനെ നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. അതിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് എന്ന ചോദ്യത്തിന്, ഒന്ന് പ്രൊജക്റ്റ് സെലക്ഷൻ, നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. രണ്ടാമത് ടെക്നോളജി ആൻഡ് മെഷീനറി, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യവസായത്തിൽ ഏത് തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള മെഷീനറിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ ഒരു സ്കീം സെലക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന, ഒരു വ്യവസായം തുടങ്ങുമ്പോഴുണ്ടാകുന്ന നമുക്ക് മനസ്സിലേക്ക് വരേണ്ട അല്ലെങ്കിൽ നാം പ്ലാൻ ചെയ്യേണ്ട രണ്ടാമത്തെ ഘടകം. ഒന്നാമത്തത് പ്രൊജക്റ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക, രണ്ടാമത്തത് ടെക്നോളജിയും മെഷീനറിയെയും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. മൂന്നാമത്തത് വരുന്നത് അറേഞ്ചിങ് ദി ഫൈനാൻസ്, അതായത് സാമ്പത്തിക സ്ഥിതിയെ നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് സമ്പത്തിനെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്. നാലാമത് വരുന്നത് യൂണിറ്റ് ഡെവലപ്മെൻറ്റാണ്. യൂണിറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ഷൻ ആയിട്ട് വരുന്ന ആ ഏത് തരത്തിലുള്ള യൂണിറ്റാണ്, ആ യൂണിറ്റിൻ്റെ വലിപ്പം എത്രയാണ്, അതെവിടെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള യൂണിറ്റ് ഡെവലപ്മെൻറ്റാണ്. പിന്നെ ഉദ്യോഗാർ മെമ്മോറാണ്ടം ആൻഡ് അഡ്രസ്, അതായത് നമ്മളൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നാണ്. നിങ്ങൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ ലൈസൻസ് എടുക്കേണ്ടത്. പക്ഷേ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും കോർപ്പറേഷനിൽ നിന്നാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ലൈസൻസ് എടുത്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗാധാർ എന്ന് പറയുന്ന ലൈസൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും അത് നേടിയെടുക്കുകയും വേണം. അത് പിന്നീടാണ് എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അപ്രൂവൽസാണ്, ഈ ഗവൺമെൻറ് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള അപ്രൂവൽസ്, പിന്നെ ക്ലിയറൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്. അപ്രൂവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഷെഡുകളും വലിയ കാര്യങ്ങളും ആണെങ്കിൽ അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി അപ്രൂവൽ വേണ്ടതുണ്ട്. പിന്നെ പൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്.
പഞ്ചായത്തിൻ്റെ ലൈസൻസ് നേടിയെടുക്കുന്നതിന് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള നിയമങ്ങളെ അനുശാസിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അപ്രൂവൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ISO പോലത്തെ പിന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് പ്രൊജക്റ്റ് സെലക്ഷനാണ്. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക? Our best business mission are based on those ideas that often emerge out of our deepest personal motivation and interest. നമ്മൾ ഒരു ബിസിനസ്സിനെ സെലക്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണ് എന്നതാണ് ഒരു വ്യവസായം തുടങ്ങുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. നമ്മളുടെ മനസ്സിന് അകത്തളത്തിൽ നിന്നും നമുക്ക് ഒരു സ്പാർക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ വ്യവസായം ചെയ്താൽ, ഈ ഒരു പദ്ധതി ഞാൻ ചെയ്താൽ അത് വിജയിക്കും എന്ന് തൻ്റെ മനസ്സിനോട് തോന്നുന്ന, തൻ്റെ മനസ്സിൽ നമുക്ക് മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്നൊരു വിളി ഉണ്ടാവും, നമുക്ക് ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അന്തരംഗത്തിൽ നിന്ന് വരുന്ന ഒരു ആൻസറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് ഒരു ഉദാഹരണം വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ദി വാറൻ ആവീസ്, ടേക്ക് എ ചാൻസ് ടു ബി ഫസ്റ്റ്. ആവീസ്, AVIS, ആവീസ് എന്ന് പറയുന്ന ഒരു റെൻ്റേ കാർ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അവരുടെ സ്ലോഗനാണ് ടേക്ക് എ ചാൻസ് ടു ബി ഫസ്റ്റ്. ലോകത്തിൽ ആകമാനം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു റെൻ്റേ കാർ ബിസിനസ്സാണ് ആവീസിൻ്റേത്. ഇറ്റ് ഓൾ ബിഗിൻ വിത്ത് ആൻ ഐഡിയ. അതായത് ഒരു ആശയത്തിൽ നിന്നാണ്, അതായത് ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഏതൊരു വ്യവസായം എന്താകുന്നത്, നാം പെടുന്നത്. ദി ഓവർറൈഡിങ് റീസൺ ഫോർ എനിവൺ ടു think of establishing a MSME unit can be summarized in one word: opportunity. A opportunity to provide a producer or service which can generate sufficient surplus. This is all the more true if one is believer in the maximum small is beautiful. Warren Edward Avis, American businessman, was the pioneering founded in 1946 of Avis Rent-A-Car, which became the first car rental agency to be based at an airport. Avis, a frequently flyer who identified a need for securing quick ground transportation after disembarking from a plane. അതായത് ഈ ആവിസ് റെൻ്റേ കാറിൻ്റെ മുതലാളി അദ്ദേഹം ഒരു അമേരിക്കൻ ബിസിനസ്മാനാണ്. 1946 അദ്ദേഹം ഈ റെൻ്റേ കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു സ്പാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹം എയർപോർട്ട് ടു എയർപോർട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു എയർപോർട്ടിൽ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വണ്ടി സെർച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വണ്ടി കിട്ടിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടുന്നത്. ഒരു എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ എയർപോർട്ടിൽ നിന്നും തൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് തനിക്ക് യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു റെൻ്റേ കാർ ആവശ്യമാണ് എന്ന് തോന്നുകയും അദ്ദേഹം എയർപോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ടൊരു റെൻ്റേ കാർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ആവിസ് റെൻ്റേ കാർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, അദ്ദേഹം ലോകത്തിലെ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് his firm established itself as the second largest car rental company in the world. വെറും കുറഞ്ഞ വർഷം കൊണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റെൻ്റ് കാർ കമ്പനിയായിട്ട് ആവിസ് വളർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എയർപോർട്ടിൽ നിന്നും അദ്ദേഹം മറ്റൊരു എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നത്, ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ സ്പാർക്കിൽ നിന്നാണ് ആവിസ് റെൻ്റേ കാർ എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. പിന്നീട് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെൻ്റേ കാർ കമ്പനിയായിട്ട് ആവിസ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നത്, എന്ത് പ്രൊജക്റ്റാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു ആശയം രൂപപ്പെടുമ്പോഴാണ് നിങ്ങളൊരു വ്യവസായിയായിട്ട് ഒരു വ്യവസായം തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന് ഉദാഹരണമാണ് ഞാൻ ആവിസ് റെൻ്റേ കാറിനെ കുറിച്ചിട്ട് പറയാൻ കാരണം. However, idea need to be filtered through a multi-layer sieve.
ദി മോഡൽ ഈസ് ഷോൺ ഇൻ ദി ഫോളോയിങ് ബിലോ. അങ്ങനെ നിങ്ങൾക്കൊരു ആശയം കിട്ടി. അങ്ങനെ ആ ആശയത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങുകയാണ്. പക്ഷേ ആ ആശയം നിങ്ങൾക്ക് ആവുമോ, അല്ലെങ്കിൽ ആ ആശയം നിങ്ങൾക്ക് പൂർണ്ണമായും വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ആശയത്തെ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് ആ പ്രൊജക്റ്റിനെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റാണ്, ഡസ് ദി ഐഡിയ ഫയർ അപ്പ് യുവർ മോട്ടിവേഷൻ. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ആശയത്തെ നിങ്ങളുടെ മനസ്സിനെ തീ പിടിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും തികട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ച ഒരു ആശയം നിങ്ങളുടെ ഉറക്കം കെടുത്തണം. അതായിരിക്കണം ആ ആശയം. അതായത് ഡസ് ദി ഐഡിയ ഫയർ അപ്പ് യുവർ മോട്ടിവേഷൻ. അതായത് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ആശയം നിങ്ങളെ ഏറ്റവും കൂടുതൽ കത്തിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത്രത്തോളം നിങ്ങളെ ഇൻസ്പയർഡ് ചെയ്തൊരു ആശയത്തെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ വയബിൾ ബിസിനസ് പ്രൊപ്പോസിഷൻ ഇൻ യുവർ ഏരിയ. അതായത് നിങ്ങളൊരു ആശയത്തെ നിങ്ങൾക്ക് കിട്ടി, ആ ആശയത്തെ ഒരു വ്യവസായമായിട്ട്, ഒരു പദ്ധതിയായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ ഏരിയക്ക്, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയക്ക് അത് വയബിളാണോ, അത് വഴങ്ങുമോ, അത് സൂട്ടബിളാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അത് നിങ്ങളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയക്ക് സൂട്ടബിളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യവസായം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഡസ് ഇറ്റ് മാച്ച് ദി നീഡ് ഓഫ് യുവർ ക്ലയൻസ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യവസായം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു സർവീസ്, ഇത് നിങ്ങളുടെ കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യാവസായിക ആവശ്യം അത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. 3 കാര്യങ്ങളായി കഴിഞ്ഞു. നാലാമത്, ചെക്ക് ഇറ്റ് ഔട്ട് വിത്ത് ബേസിക് മാർക്കറ്റ് റിസർച്ച്. അതായത് ബേസിക്കായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. നിങ്ങളൊരു പദ്ധതി ആയിട്ട് മുന്നോട്ട് വരികയാണ്. നിങ്ങളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു റിസോർട്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട്, അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കുടിൽ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ബേസിക് ദി മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ്, അത് ജനങ്ങളുടെ ഏതെല്ലാം റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ മൈനസ് പോയിൻ്റ് എന്താണ്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, അത് 10 ലക്ഷം ആളുകളിൽ ആവശ്യമുണ്ട് എങ്കിൽ അത് എത്രത്തോളം യൂണിറ്റുകൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്, അത് ഇനി ഞാൻ അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ആ പ്രൊഡക്റ്റുമായിട്ട് എനിക്ക് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് ചോദിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് ദി ബേസിക് മാർക്കറ്റ് റിസർച്ച്. അതായത് മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ടെസ്റ്റ് ഇറ്റ് ഔട്ട് ദി മാർക്കറ്റ് പ്ലേസ്. അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് മറ്റൊരു ഭാഗത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു അച്ചാർ കമ്പനി തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളൊരു സമൂസ കമ്പനി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ബേക്കറി തുടങ്ങണം, അതല്ല നിങ്ങളൊരു ഫാനോ മോട്ടറോ ഉണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ നിലവിലുള്ള മാർക്കറ്റിൽ അതിനെ സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് പറയുന്നത്, ലുക്ക് ഔട്ട് ഫോർ ദി കോമ്പറ്റീഷൻ ഇൻ ദി ഫീൽഡ്. അതായത് ഈ ഫീൽഡിൽ എത്രത്തോളം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യവസായം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറുകിട യൂണിറ്റ്, ആ യൂണിറ്റ് ഇന്ന് മാർക്കറ്റിൽ എത്ര കമ്പനികൾ കോമ്പറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ആ കമ്പനികളുടെ കോമ്പറ്റീഷനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചിട്ടും, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന്, ഡസ് ഇറ്റ് ഐഡിയ ഓഫർ ദി ഫയർ, നിങ്ങളുടെ ആശയത്തെ അത് പ്രചോദിപ്പിക്കുന്നുണ്ടോ? രണ്ടാമത്തേത്, നിങ്ങളുടെ ഏരിയയിൽ ഈ ബിസിനസ്സിന് സാധ്യതകളുണ്ടോ? മൂന്നാമത്തേത്, ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? നാലാമത്തേത്, ബേസിക് മാർക്കറ്റ് റിസർച്ച്. അതായത് മാർക്കറ്റിൽ നിങ്ങൾ ഈ വിഷയവുമായിട്ട് പഠനം നടത്തിയിട്ടുണ്ടോ? കാരണം ചിലർക്ക് വാചകമടിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുള്ള കഴിവുകളുണ്ടാവും,
ചിലർക്ക് കൊണ്ടുകൊടുക്കാൻ കഴിവുണ്ടാവും, പക്ഷേ വാചകമടിക്കാൻ കഴിവുണ്ടാവില്ല. അപ്പോൾ തൻ്റെ വിദ്യാഭ്യാസത്തിനും തൻ്റെ ശരീരത്തിനും തൻ്റെ കഴിവിനും തൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും എല്ലാം അനുയോജ്യമായി കൊണ്ടുള്ള ഒരു പദ്ധതി തന്നെയാണോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് എത്രത്തോളം വയബിളാണ് എന്നത് എന്തുണ്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈസ് ഇറ്റ് സൺറൈസ് ഇൻഡസ്ട്രി, അതായത് നിലവിലുള്ള വ്യാവസായിക പദ്ധതികളിൽ, നിലവിലുള്ള വ്യാവസായിക യൂണിറ്റുകളിൽ അത് എന്തെങ്കിലും ഒരു 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 സൂര്യോദയമായി മാറാൻ സാധ്യതയുണ്ടോ? ഈസ് ഇറ്റ് സൺറൈസ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു പ്രകാശരശ്മിയായിട്ട്, അതായത് ഒരു മാർക്കറ്റിൽ, സോറി എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കട്ടായി. അപ്പോൾ ഇതൊരു വലിയ പ്രചോദനമായി ഈ ഇൻഡസ്ട്രിയിൽ മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. യുവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊജക്റ്റ് കൺസെപ്റ്റലൈസേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു നിർത്താം. പ്രൊജക്റ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. MSME കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് MSME, എന്താണ് ചെറുകിട വ്യവസായങ്ങൾ, എന്താണ് ചെറുകിട സൂക്ഷ്മ വ്യവസായം, എന്താണ് മീഡിയം വ്യവസായം. ഈ വ്യവസായത്തെ തന്നെ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് സർവീസാണ്, മറ്റൊന്ന് മാനുഫാക്ചറിങ് ആണ്. അങ്ങനെ ഈ സർവീസ് സെക്ടറിൽ എത്ര ലക്ഷം രൂപ മുതൽ എത്ര കോടി രൂപയാണ് മൈക്രോയിൽ, എത്രയാണ് അതിൻ്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ, മീഡിയം സ്കെയിലിൽ വരുന്നത്. മാനുഫാക്ചറിങ്ങിൽ വരുന്ന സംഖ്യയല്ല നമുക്ക് സർവീസിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ്. ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരാൾ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ഡസ് ദി ഐഡിയ ഫയർ അപ്പ് യുവർ മോട്ടിവേഷൻ, അതായത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു വിഷയമാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്റ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധം വേണം. പിന്നെ ഈ ബിസിനസ്, ഈസ് ഇറ്റ് എ വയബിൾ ബിസിനസ് പ്രൊപ്പോസൽ ഇൻ യുവർ ഏരിയ, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ ആശയം നിങ്ങളുടെ ഏരിയക്ക് അനുയോജ്യപ്രദമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നീട് ക്ലയൻറ്റിന് ഡസ് ഇറ്റ് മാച്ച് നീഡ് ഓഫ് യുവർ ക്ലയൻറ്റ്സ്, അതായത് പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിന് ഈ സാധനം ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ബേസിക് റിസർച്ച് മാർക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നിലവിലെ മാർക്കറ്റിൽ പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ ടെസ്റ്റ് ഔട്ട് ദി മാർക്കറ്റ് പ്ലേസ് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇത്. പിന്നെ കൺസൾട്ടൻറ്റ് വിത്ത് ദി എക്സ്പേർട്സ്, അതായത് നമ്മളുടെ മനസ്സിലൊരു ആശയം വന്നു, ആ ആശയം വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യണം, അതിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന എക്സ്പേർട്ടുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് 10 വർഷവും 15 വർഷവും മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട്, അവരുമായിട്ട്, അതിൻ്റെ സൂപ്പർവൈസേഴ്സുമായിട്ട്, പ്രൊഡക്ഷൻ മാനേജറുമായിട്ട്, അതിൻ്റെ ടെക്നീഷ്യനായിട്ട്, അതുണ്ടാക്കുന്ന കുക്കറുമായിട്ട്, അവരൊക്കെ ആയിട്ട് എക്സ്പേർട്ടുകളുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുകയും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും, അതല്ല എങ്കിൽ ഇതിന് പറ്റുന്ന ഏറ്റവും നല്ല കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കൺസൾട്ടൻസിയുമായിട്ട് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ മൂന്നാമത്തെയും ഘട്ടം വരുന്നുണ്ട്. ടെക്നോളജി ആൻഡ് മെഷീനറി, അറേഞ്ചിങ് ദി ഫൈനാൻസ്, യൂണിറ്റ് ഡെവലപ്മെൻറ്റ്, ഉദ്യോഗാധാർ, അപ്രൂവൽ, ക്ലിയറൻസ്, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ MSME സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊജക്റ്റ് സെലക്ഷൻ വരെ എത്തിയിട്ടുള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് അടുത്ത ഭാഗങ്ങളായിട്ട് കാണാം. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ ടെക്നോളജി ആൻഡ് മെഷീനറിയും അറേഞ്ചിങ് ദി ഫൈനാൻസും യൂണിറ്റ് ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.